എടി എന്താണ് തിരിച്ചു ഓർമ്മ ഞാനൊന്നും ഇവിടെ ഇരുന്നാ നിങ്ങൾ സമ്മതിക്കൂല. എന്തോരം പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വന്നാ ഫോൺ വിളിച്ചാ സുമതിയോട് വിശേഷം എന്തെന്ന് ചോദിക്കാൻ വിചാരിച്ചാൽ നിങ്ങൾ സമ്മതിക്കൂല. എന്ന് ചോറ് ഇപ്പൊ എടുത്ത് തിന്നൂടെ? ഞാൻ തന്നാലേ അങ്ങോട്ട് തിന്നാൻ പറ്റുള്ളൂ. അനങ്ങരുതിട്ട് അവിടെ നിന്ന് അനങ്ങരുത്. തപസ്സാണ് അവിടെ. എപ്പോഴും ആ സെറ്റിൽ ഇരുന്നിരുന്ന ആ സെറ്റ് കുഴിഞ്ഞ് എപ്പോഴും ഒരു ഇരിപ്പും കിടപ്പും തന്നെ. നിങ്ങക്ക് എന്താണ് അസുഖം? എന്തെങ്കിലും അസുഖം ഉണ്ടോ നിങ്ങക്ക്? വേഷം കെട്ട് അനങ്ങാപ്പാറ പോലെ ഇരുന്നോളൂ. ആ ഒന്നാലത്ത് പണിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഇരുന്നത് തിന്നാന്ന് വിചാരിക്കണ. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് തിന്നാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പോയെടുത്ത് ചോറിനെടുത്ത് തിന്നെ. എന്നെ കൊണ്ട് വയ്യ. ചാച്ചൻ വന്നില്ലേ ചേച്ചിയമ്മ? ആ ചാച്ചൻ വന്നില്ല മക്കളെ. വയ്യ, പാടില്ല. പണ്ടത്തെ പോലെ നല്ല സുഖക്കാരനല്ലേ. ഇരുന്നോർത്തിന് ഇരിക്കാൻ വയ്യ. അനങ്ങാൻ വേണമെങ്കിലും ഞാൻ വേണം. എപ്പോഴും എന്നെ വലിയാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ എന്ത് ചെയ്യൂന്ന് ആലോചിച്ച് അപ്പുറത്തെ വല്ല സുമതി ചേച്ചിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ്. ഭക്ഷണം കൊടുക്കണമല്ല. എനിക്ക് നേരാൻ പറഞ്ഞ സമയത്ത് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എനിക്ക് ആദ്യമാണ്. ഇപ്പൊ തന്നെ 3-4 പ്രാവശ്യം ഫോൺ വിളിച്ച് കഴിഞ്ഞ് എനിക്ക് ടെൻഷനാണ്. അറിയാല്ല, നമ്മളങ്ങനെ സ്നേഹമാണേ. എനിക്കാണെങ്കിൽ വേഗം പോവേം വേണം. ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോണം. അയ്യോ ചാച്ചന് ഇപ്പൊ ഞാനെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഞാനില്ലെങ്കിൽ പിന്നെ ചാച്ചന് ഇപ്പൊ ഒന്നുമില്ല. അയ്യോ ഞാൻ പറയും അവിടെ തന്നെ ഇരിക്കുന്നു. ചാച്ചനാണെങ്കിൽ ഇവിടെ ഈ അസുഖക്കാരനല്ലേ, പുറത്തൊക്കെ ഇങ്ങനെ നടക്കും. എനിക്കത് ഭയങ്കര മനസ്സിന് അങ്ങോട്ട് വിഷമമാണ്. അവന്റെ അച്ഛനാണെങ്കിലും അതെ, അവനാണെങ്കിലും അതെ. ഞാൻ എന്ന് പറഞ്ഞാ ജീവനാണ്. എന്തു പറയാൻ, ഈ അയൽവാസികളൊക്കെ പറയും അമ്മേ 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 എന്നുള്ള വിളിയാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവന് ഇവിടെ ഉണ്ടെങ്കിൽ കേൾക്കാറെന്ന് പറയും. കാരണം എന്ത് ചെയ്യണമെങ്കിലും അമ്മ അമ്മേ ആ ഉടുപ്പെന്തി, അമ്മേ പഞ്ചസാര എടുക്ക്, ചായയിലിട്, അമ്മേ കറി എന്തി, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തു പറഞ്ഞാലും അവനമ്മ. അവനങ്ങനെ അമ്മ മോനായിട്ട് വളർന്നവനാണ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അത്രയും സ്നേഹം കൊടുത്താണ് ഞാൻ അവനെ വളർത്തിയത്. അതുകൊണ്ട് എന്താണ് ഇപ്പോഴും അവന് എന്നെ ഭയങ്കര കാര്യമില്ലേ. താലിമാല എടുക്കാൻ ഞാൻ പോന്നില്ലടാന്ന് പറഞ്ഞ് എനിക്കത് കാലുവേന ഇട്ടിരിക്കുന്നത്. കാലുവേനക്ക് ഡോക്ടറിനെ കാണിച്ചിട്ടാണ് ചെന്ന് പോയി താലിമാല എടുക്കാൻ പോയത്. അന്ന് എന്നെ കെട്ടിപ്പിടിച്ച്, അന്ന് കണ്ടില്ലേ കല്യാണ ആൽബത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് അവൻ കല്യാണത്തിൽ ഇറങ്ങിയത് ഇവിടുന്ന്. ആ എല്ലാവരും പറയും എന്റെ ഭാഗ്യമാണ് അവന്. അത്രക്ക് സ്നേഹമാണ്. അമ്മ എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. ആ സ്ഥാനത്ത് ആർക്കും വരാൻ പറ്റൂല. ആ ചേച്ചിയാ? ആ നീയാ നേരത്തെ വന്നോ? നീയൊക്കെ ഞാൻ കുറച്ചിട്ട് വന്നിട്ട്. സുഖമാണി? കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ എന്ത് വിശേഷം? അങ്ങനെയൊക്കെ അങ്ങനെ പോണ്. ചേച്ചിയുടെ മോനെ ഇപ്പൊ എന്ത് ചെയ്യണ്? മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നു. എന്ത് പറയാൻ, കല്യാണം കഴിഞ്ഞപ്പോ ഓരോരുത്തരുടെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ലേ. കല്യാണം കഴിഞ്ഞോടുകൂടി പെൺകോന്തനാണ്. സാധനം പറഞ്ഞാൽ കേൾക്കൂല. അമ്മേന്ന് വിളിച്ചിരുന്നവൻ ഇപ്പൊ അമ്മേന്ന് വിളിക്കാൻ മറന്നുപോയി. അവള് മുള്ളണ്ടാന്ന് പറഞ്ഞാൽ മുള്ളൂല. അങ്ങനത്തെ സ്വഭാവമായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓരോ വിധി. പെൺകോന്തെന്ന് കേട്ടിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലൊന്നും ഇല്ല. എൻ്റെ ഭർത്താവൊക്കെ അറിയാല്ല, ഭയങ്കര സ്ട്രിക്റ്റ്, നമ്മളെ കിടം വലം തിരിക്കാൻ സമ്മതിക്കാത്ത അമ്മ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. ഇവൻ അങ്ങനെയൊക്കെ ഒന്നുമല്ല. ഇവൻ ആളാകെ മാറിപ്പോയി. പെൺകോന്തെന്ന് പറഞ്ഞാൽ ഇതാണ്. പെണ്ണ് പറയണ വരയെ കൂടെ നടക്കും. എപ്പോഴും അവളുടെ വീട്ടിൽ പോക്ക് എല്ലാം പറയാം. ഒന്നും പറയാൻ പറ്റൂലേ. പിള്ളേരല്ല, എന്തെങ്കിലും ആവട്ടെ. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടാ. എന്താണ് രാവിലെ തന്നെ ആക്കണത്? അപ്പോ ആഹാ ഞാൻ എടുക്കാം. എന്റെ ദൈവമേ, എന്തൊരു നല്ല വട്ടമുള്ള അപ്പമാണ്. ഇതാണ് അപ്പം. പണ്ട് ഞാൻ എൻ്റെ ചെറിയച്ഛൻ്റെ ഒപ്പം ചായക്കടയിൽ പോയപ്പോ കണ്ടിട്ടുണ്ട് ഇതേപോലെ വട്ടമുള്ള അപ്പം. നോക്ക് എല്ലാ പണികളും അറിയാല്ലേ. ഉണ്ടാക്കിക്കോ. ഞാനൊരു തടസ്സാവണില്ലേ. അമ്മ അവിടെ പോയിരുന്നോളാം. നമ്മളൊക്കെ അയ്യോ 2 എണ്ണം മതിയായിരുന്നിട്ട് എനിക്ക്. ഞാൻ അധികം കഴിക്കൂലേ. 2 എണ്ണം മതിയാ. ചേച്ചി മരുമോൾ എങ്ങനെയുണ്ട്? അയ്യോ ഒന്നും പറയണ്ട. പുരുത്തം കെട്ട സാധനം എന്ന് കേട്ടിട്ടുള്ളത് നമ്മുടെ വീട്ടിലെത്തിപ്പോയി. ഒരു പണിയും ചെയ്യൂല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ 9-9:30 ആവും. ഞാനൊന്നും പറയാറില്ല. സാധനം ഉണ്ടാക്കാനും അറിഞ്ഞൂടാ. എന്തുണ്ടാക്കിയാലും ഉപ്പ് കൂടിപ്പോ മുളക് കുറഞ്ഞു. അച്ഛനാണെങ്കിൽ എരിവൊന്നും പറ്റൂല അധികം. നല്ല ഭക്ഷണം കഴിക്കണത് പുറത്തിറങ്ങുമ്പോഴാണ്. ഒരു ഭക്ഷണം തരൂല. കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി. അവളെ അടുക്കള ഭരണം അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് നമ്മളങ്ങോട്ട് കയറ്റൂല.
നമ്മള് വിശന്ന് വലഞ്ഞാലും അവള് തിന്നു കഴിഞ്ഞിട്ട് തിന്നാൻ പാടുള്ളൂ. എങ്ങനെയാ അവല നടക്കാണോ? ഞാനൊക്കെ ഒന്നും തിന്നാറില്ല. എനിക്കങ്ങനെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടമല്ല. അധികം കഴിക്കാൻ പറ്റൂല. മോളെ ഇത്തിരി വെള്ളം എന്താ? എന്താണ് ചെമ്പരുമ്മ? എടി എന്താണ് ചെമ്പരുമ്മ വരച്ചേക്കണത്? ആ പിള്ളേർക്ക് പേനയൊക്കെ കൊടുത്ത് വരപ്പിക്കരുത്. ഞാൻ മാണ്ടുണ്ട് കുരുത്തം കെട്ട സാധനങ്ങള്. എന്റെ മോനും മോളും ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഇതേപോലെ ഒരു വര ഇവിടെ ഉണ്ടായിരുന്നില്ല. എത്ര നല്ല പിള്ളേരായിരുന്നു എന്റെ മക്കളെന്ന് അറിയോ? ചെമര ഒന്നും വൃത്തിയേടാക്കൂല. നീ പിള്ളേർ എന്ന് വന്നു പറഞ്ഞാൽ അന്ന് തുടങ്ങി ഇത് വരയും കുറിയാണ്. എങ്ങനെയാണ് അവളുടെ സ്വഭാവം, അവളുടെ വീട്ടിലെ സ്വഭാവം? അല്ലാണ്ട് പിന്നെ എന്ത്? എന്നാ പൈസ ഇവിടെ എടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് വാ. ഇന്നലെ രണ്ടുപേരും ഇങ്ങനെ അയ്യോ എന്തിനു പറ്റി ചേച്ചി? പിള്ളേരല്ലേ, കുഴപ്പമൊന്നുമില്ല. അവിടെ ഉള്ളതല്ലേ രണ്ടെണ്ണം. അതുങ്ങളൊക്കെ എന്താണ് അമ്മാമ്മ അമ്മാമ്മ എന്ന് പറഞ്ഞാൽ അവര് ചാവും. അങ്ങനത്തെ സ്നേഹമാണ്. അമ്മനോടില്ല അത്രയും സ്നേഹം. എന്നെ കണ്ട അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. ഉമ്മ വയ്ക്കല്. ഒരെണ്ണം പറയാ എൻ്റെ അമ്മാമ്മയാണ്, മറ്റത് പറയാ എൻ്റെ അമ്മാമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോഴേ മക്കളുടെ അടുത്ത് പെൺമക്കളുടെ അടുത്ത് പോയി ഞാൻ നിൽക്കൂല. കാരണം ഇവൻ്റെ മക്കള് നല്ല സ്നേഹമായതുകൊണ്ട് ഞാൻ വീട്ടിലേ നിൽക്കുള്ളൂ. ഇവരെന്നെ കാണാണ്ട് ഉറങ്ങുമോ? എൻ്റെ ദൈവമേ, അവനെ കാണാണ്ട് ഉറങ്ങും, അവളെ കാണാണ്ട് ഉറങ്ങും. എന്നെ കാണാണ്ട് പിള്ളേരെ ഉറങ്ങൂല. അത്രയ്ക്ക് സ്നേഹമാണ്. അതുപോലെ തന്നെ അവന്റെ മക്കൾക്ക് രണ്ടുപേർക്കും എന്റെ സ്വഭാവമാണ് കിട്ടിയേക്കണത്. എല്ലാരും പറയും എന്റെ ഒരു എളിമയുള്ള സ്വഭാവമുള്ള അതാണ് കിട്ടിയേക്കണേന്ന്. എന്താ അമ്മ നോക്കണേ? അല്ല, ആ സുമതിയുടെ വീട്ടിലേ എന്തോ രാവിലെ തുടങ്ങി ഭയങ്കര പണി. അവിടെ അടുക്കള ഭാഗത്ത് നിന്ന് ഭയങ്കര പണി. ആരോ വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നണ ആ കല്യാണം കഴിഞ്ഞൊരു ആങ്ങളയുടെ മോളുണ്ട്, അവരെ വിളിച്ചിട്ടുണ്ടാവും. നല്ല ചിക്കൻ്റെ മണവുന്നുണ്ട്. അവള് അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവളാണ്. അവളൊക്കെ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വലിയ സംഭവമായിരിക്കും. എന്ത് പറ്റിയെന്നാവോ? ഞാൻ ഇന്നലെ ചോദിച്ചു എന്താണ് അവിടെ നിൽക്കണതെന്ന് ചോദിച്ച്. ഒന്നുമില്ലെന്ന് പറഞ്ഞു. വായത്തോറന്നാണോണേ പറയുള്ളൂ. അന്നത്താണെങ്കിൽ അപ്പുറത്തെ സുധയുടെ വീട്ടിൽ നിന്ന് ഒരു മാങ്ങ അവള് പൊട്ടിച്ചുകൊണ്ട് ഓടണ ഞാൻ അപ്പുറത്ത് കൂടെ കണ്ടു. അവളാണെങ്കിൽ ഇത്രയും വീണാട്ടി മേഷണിയുള്ള അവള് വേറെ ഇല്ല. അവളാ പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങൂല. പക്ഷെ ഈ പഞ്ചായത്തിലെ എല്ലാവരുടെ വീട്ടിലെ വിശേഷം അവൾക്കറിയാം. എന്ത് സ്മൂഷാട്ട സ്വഭാവം എന്നറിയോ? എന്റെ ദൈവം, എവിടെ വന്നാലും അവള് ബഹളവും തല്ലുണ്ടാക്കാണ്ട് പോകൂല. കൊഞ്ഞെന്നുള്ള വർത്താനം ഉണ്ടല്ലോ അവൾക്ക്. ആ വർത്താനം കൊണ്ട് എല്ലായിടത്തും വന്ന് വലിയ വർത്താനം പറയലാണ് മെയിൻ പരിപാടി. അവിടെ എന്തോ പരിപാടി ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാറും വരുന്നുണ്ടായിരുന്നു രാവിലെ. ഇടക്കിടക്ക് ബാത്റൂമിൽ പോണം, അതാണ് ഒരു വിഷമം. ആ എടി നീയാ? നിന്നെ വിളിച്ചിരുന്നാ ഇത്? എന്നെ വിളിച്ചിരുന്നല്ലേ, വന്ന് വിളിച്ചെന്നാ. അതെ, മനസ്സിലായ ആരാണെന്ന്? എന്റെ അയൽവാസി, എന്റെ സ്നേഹിത, എന്റെ ഒറ്റ സുഹൃത്ത്. ചിതേ ഇത്രേ ഉള്ളപ്പോ തുടങ്ങി എന്റെ ഒപ്പം കളിച്ച് വളർന്ന കളിക്കൂട്ടുകാരി. എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണെന്നും പറയാ. അത്രക്ക് സ്നേഹമാണ്. എന്റെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ അവൾ അവിടെ നിന്ന് കൊണ്ടുത്തരും. അവിടെ ഒരു ഇറച്ചിക്കറി വെച്ചാ ഇവിടെ മണ അടിക്കണതിന് മുന്നേ അവൾ കൊണ്ടുത്തരും. അത്രക്ക് സ്നേഹമായിട്ട് ഞങ്ങൾ കഴിയണവരാണ്. അതാണ് ഇവളെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആള് ഇവിടെ വരും അവള് പ്രതീക്ഷിക്കണില്ലെന്നാ. നമ്മൾ ഒരുമിച്ച് ആ കാറിൽ അങ്ങോട്ട് വരൂലേ? അയ്യോ, അത്രക്ക് സ്നേഹമുള്ള അയൽവാസിനെ കിട്ടാനും ഭാഗ്യം വേണം, അല്ലേടി?